അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് അർജുനനും അനാഫും ആ അർജുൻ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ഞാൻ ഇന്ന് പറയുന്നത്. കാരണം നമ്മളൊക്കെ നിരന്തരം ദിവസങ്ങളായി ഈ അർജുനൻ്റെ ഈ സംഭവങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കേവലം ഒരു 80 ദിവസത്തോളമായി അർജുനനെ നമുക്ക് കാണാതായിട്ടാണ്. മനാഫ് എന്ന മുതലാളിയുടെ വണ്ടിയിൽ ജോലി എടുക്കുന്ന ഒരാളായിരുന്നു അർജുനൻ. അതെല്ലാവർക്കും അറിയാം. മാത്രമല്ല അവർ രണ്ടു മതക്കാരായിട്ട് പോലും യാതൊരു രീതിയിലുമുള്ള ഒരു വ്യത്യസ്തതയും ആ മതക്കാർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. അത്രമാത്രം പരസ്പര സ്നേഹത്തോടും സാഹോദര്യത്തോടുമാണ് ആ അർജുനൻ്റെ കുടുംബവുമായിട്ടും യഥാർത്ഥത്തിൽ മനാഫിൻ്റെ കുടുംബവും മനാഫിനുമൊക്കെ ഉണ്ടായിരുന്ന ബന്ധം. പാരമ്പര്യമായ ബന്ധമാണത്. നല്ല ഒരു സംഖ്യ ശമ്പളവും കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അവരുടെ ഇഷ്ടം കൊണ്ടാണ് അർജുൻ എന്ന് പേരിട്ടത്. എന്തെങ്കിലും രീതിയിലുള്ള ഈ വർഗീയവാദികൾ പറയുന്നത് പോലെ എന്തെങ്കിലും രീതിയിലുള്ള വിദ്വേഷം ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ കാശ് കൊടുത്ത വണ്ടിക്ക് നമ്മളുടെ മക്കളെ പേരല്ല ഇടുക, അല്ലെങ്കിൽ നമ്മളുടെ സഹോദരങ്ങളെ പേര്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു മേൽവിലാസം, ഇതൊക്കെയാണ് നമ്മളുടെ വണ്ടിക്ക് നമ്മൾ സാധാരണ ഇടാറ്. പിന്നെ തികച്ചും അന്യനായ ഒരു ഡ്രൈവറായ അർജുനൻ്റെ പേര് ആ വണ്ടിക്ക് ഇട്ടു എന്നത് അതാണ് ഇപ്പോൾ വലിയൊരു കുറ്റമായിട്ട് കാണുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും അനാഫ് ഒരു വീഡിയോ തുടങ്ങി, ഒരു ചാനൽ തുടങ്ങി. ഇതാണ് ഇപ്പോൾ പ്രശ്നം. മാത്രമല്ല ആ ചാനൽ തുടങ്ങിയത് തന്നെ അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സാണ്. കാരണം സ്വാഭാവികമായിട്ടും ഈ അർജുൻ പ്രശ്നം ലൈവായിട്ട് നിലനിർത്താനാണ്. അതങ്ങനെ ലൈവായി നിലനിർത്തിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ട്രെഡ്ജർ കൊണ്ടുവരാനും അതുപോലെ തന്നെ എല്ലാ ശ്രദ്ധകളും അവിടെ കേന്ദ്രീകരിച്ചു. എന്നിട്ട് അത് സ്വാഭാവികമായിട്ട് തപ്പ് എന്ന് പറയുന്ന വർഗീയവാദിയുടെ വാക്കല്ലായിരുന്നു അവിടെ. യഥാർത്ഥത്തിൽ മാൽപേ നടത്തിയത്, അതുപോലെ തന്നെ മുങ്ങൽ വിദഗ്ധന്മാർ നടത്തിയതൊക്കെ ആ ശ്രദ്ധ കൊണ്ടുവരപ്പെട്ടതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ. അത് മനാഫ് പറയുന്നുണ്ട്. മനാഫ് പറയുക മാത്രമല്ല ചെയ്യുന്നത്, ലോകത്ത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നോക്കണം. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നു വന്നത്, തികച്ചും നിങ്ങൾ കണ്ടില്ലേ, ഒരു വർഗീയവാദിയായ ഒരു ബൈജു എന്നവൻ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മനാഫിനെ ചീത്ത പറയുന്നുണ്ട്. മാത്രമല്ല മനാഫിനെ വ്യക്തിപരമായിട്ട് ചീത്ത പറയുകയാണെങ്കിൽ നമ്മൾക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം മനാഫും അർജുനും തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. അങ്ങനെ പറയണമെങ്കിൽ പറയട്ടെ. സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സംഘി ഇതിൽ ഇടപെടുന്നതോടുകൂടെ ഈ സ്വഭാവം മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു നാടകം അഥവാ ഒരു സിനിമാ സംവിധാനം നടന്നതുപോലെയാണ് കാര്യങ്ങളൊക്കെ പിന്നീടുണ്ടായത്. എന്ന് പറഞ്ഞാൽ സംഘി ഇതിൽ വശം വമിപ്പിച്ചതിന് ശേഷം ആ സംഘി പറയുന്ന ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എന്നിട്ട് നിങ്ങൾ പറയൂ. ഈ ഹിന്ദുസിനെയും ക്രിസ്ത്യൻസിനെയും ഒരു പരിധിവരെ ക്രിസ്ത്യൻസിനെ പറ്റൊന്നുമില്ല, പക്ഷെ ഹിന്ദുസിനെ പറ്റിക്കണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് എന്നുള്ളത് നമ്മൾ എല്ലാ മേഖല പരിശോധിച്ചു കഴിഞ്ഞാലും അത് കണ്ടുപിടിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഞമ്മന്റെ മതക്കാരാണെങ്കിൽ, സുഡാപ്പികളാണെങ്കിൽ, ജിഹാദികളാണെങ്കിൽ, മദ്രസ പൊട്ടന്മാരാണെങ്കിൽ എത്ര പെട്ടെന്നാണ് ഹിന്ദുക്കളെ പറ്റിക്കുക, ഹിന്ദുക്കൾ എത്ര പെട്ടെന്നാണ് അവരുടെ വരയിൽ ചെന്ന് വീഴുക എന്നൊക്കെ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെയാണ് അർജുൻ മനാഫ് വിഷയം കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസമൊക്കെ കത്തി ജ്വലിച്ചു നിൽക്കുന്നത്. ഇതുവരെ മനാഫ് എന്ന് പറയുന്ന വലിയ വെള്ളരിപ്രാവ് നന്മ മരം, എന്നാൽ അവൻ നന്മ മരമല്ല, നന്മ വിഷമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അവന് വേണ്ടി കുഴലൂതുന്ന ഹിന്ദു സ്ത്രീകളും ഹിന്ദു യുവാക്കളും ഹിന്ദു കിളവന്മാരും കിളവികളും എല്ലാത്തിനെയും കാണുമ്പോൾ ആണ് ഇവരെയൊക്കെ എടുത്തിട്ട് പൊട്ടക്കിണറ്റിൽ കൊണ്ടേ, പണ്ട് നമ്മുടെ തുകൂർ കിണറ്റിൽ നമ്മുടെ ഭാര്യയെ കൊണ്ടു കൊണ്ടേയിട്ടില്ലേ, അതുപോലെ കൊണ്ടേയിടണമെന്ന് തോന്നുന്നത്. കാരണം അത്രയ്ക്കുണ്ട് ഈ ജിഹാദി പ്രേമം നമ്മുടെ ഈ സമുദായത്തിൽ എന്നുള്ളതാണ്. എന്നാലും ഞാനിതൊക്കെ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം മനാഫിനെതിരെ അർജുന്റെ കുടുംബം രംഗത്ത് വന്നത് കണ്ടതാണ് നമ്മൾ. മനാഫിന്റെ കുടുംബത്തെ കയറി കളിക്കാൻ നോക്കി എന്നുള്ളതൊക്കെ അവർ പച്ചയ്ക്ക് പറഞ്ഞു. എന്താണ് മനാഫ് എന്ന് പറയുന്ന വെറും ഒരു, എന്താണ് അവനെ പറയാ, അവനെ ഉദ്ദേശിച്ച് പറയാൻ ഇനി വാക്കുകളില്ല എന്നുള്ളതാണ്. കാരണം എന്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ പറയുകയാണെങ്കിൽ ഒരുപാട് അസഭ്യ വാക്കുകളാണ് ഈ ഡേഷ്മാരെ വിളിക്കുന്നത്. പക്ഷെ ഇനി ഇവനെ അത് വിളിക്കാൻ പോലും ഇവൻ യോഗ്യനല്ല എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം പത്രങ്ങൾ ഈ അർജുന്റെ കുടുംബത്തിന്റെ പ്രതികരണത്തിന് ശേഷം ഇവന്റെ മറു പ്രതികരണം എടുത്ത സമയത്ത് ഇവൻ പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്ക് ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. ഒരു ആവറേജ് മദ്രസ പൊട്ടൻ, അതല്ലെങ്കിൽ ഈ മദ്രസ കിതാബ് പഠിച്ച് ഇവന്മാർക്കൊക്കെ ആദ്യം മനസ്സിലേക്ക് ഓടി വരിക എന്താണെന്നറിയാമോ?
സെക്സുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഈ നമ്മുടെ രഹസ്യമായി സൂക്ഷിക്കേണ്ട അതല്ലെങ്കിൽ നമ്മുടെ ദാമ്പത്യ കാര്യങ്ങളൊക്കെ പരസ്പരം ആ ഭാര്യ ഭർത്താവ് അറിഞ്ഞിരിക്കേണ്ട ബന്ധങ്ങളൊക്കെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ് നാട്ടുകാരെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള വയലുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇവരുടെ മത പഠനം അതല്ലെങ്കിൽ മത പ്രഭാഷണ വേളകളിലൊക്കെ നമ്മൾ കേൾക്കും. അത് മൈക്കിലൂടെ കെട്ടി കേൾപ്പിക്കുകയും ചെയ്യും. അത്തരത്തിൽ ഇവൻ ഇന്നലെ കഴിഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകയോട് ഒരു ലേഡിയാണ് ചോദിച്ചത്, ഇപ്പം നിങ്ങൾ കണ്ടില്ലേ എന്തിനാണ് ഈ സംഖ്യ ഈ ജിഹാദികൾ എന്ന് ഈ സമുദായത്തെ ഒന്നടങ്കം കുറ്റപ്പെടുത്തുന്നുണ്ട്. മദ്രസ പൊട്ടന്മാർ എന്ന് ഇയാൾ ഒന്നടങ്കം കുറ്റപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ എന്തൊക്കെയാണോ ആ നരാധമനായ വ്യക്തിക്ക് ഈ സമുദായത്തെക്കുറിച്ച് വെറുപ്പും വിദ്വേഷവും ഉള്ളത് അത് മുഴുവനും പറയുന്നുണ്ട്. സത്യത്തിൽ ഇവിടെ വിഷയം അർജുനനെ കാണാതായ വിഷയത്തെക്കുറിച്ചല്ല അയാൾ പറയുന്നതൊന്നും. അർജുനനെ കാണാതായിട്ടുണ്ട്, തീർച്ചയായിട്ടും അർജുനനെ കണ്ടെത്തണം. ആ കണ്ടെത്തണം മാത്രമല്ല അർജുനൻ്റെ കുടുംബത്തിന് നല്ല സഹായം ചെയ്യണം, ആ കുടുംബത്തിൽ നിന്ന് ജോലി കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ് സാധാരണ രീതിയിൽ നമ്മളൊരു ആവശ്യമായിട്ട് ഉന്നയിക്കുക. ഇത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഓണർ എന്ന നിലയ്ക്ക് ആ മനാഫ് ചെയ്തിട്ടുള്ള ആത്മാർത്ഥത അത് ആർക്കാ ചോദ്യം ചെയ്യാൻ കഴിയുക? നാക്കണം മനാഫ് തന്നെ പറയുന്നുണ്ട്, എനിക്ക് 72 ദിവസം ഞാൻ അർജുനന് വേണ്ടി ചെലവാക്കിയ ദിവസങ്ങൾ 72 വർഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന്. അതൊരു ആത്മാർത്ഥമായ വാക്കാണ്. മാത്രമല്ല അദ്ദേഹം അവിടുത്തെ കർണാടക പോലീസുമായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്. നോക്കണം, കലക്ടറുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇത് ഹൈലൈറ്റ് ചെയ്ത് നിന്നത് എന്തുകൊണ്ടാണ്? കാരണം ഈ മനാഫിന്റെ യുക്തിപൂർണമായ അഥവാ ഈ അർജുനന് എന്തെങ്കിലും കിട്ടുക എന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഇൻഷൂറി എല്ലാവർക്കും അറിയാം. അത് ആ നഷ്ടപ്പെട്ട ഡ്രൈവർക്ക് ആളിന് മാത്രമേ വല്ലതും കിട്ടുള്ളൂ. അതോടൊപ്പം മനാഫിന് അതിൽ ഒരു പൈസയും കിട്ടുന്നില്ല. മനാഫ് അത് മിസ്സിംഗ് കേസായിട്ട് എഴുതി തള്ളാതിരിക്കാൻ വേണ്ടി, മിസ്സിംഗ് കേസായി എഴുതി തള്ളിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഇൻഷുറൻസ് ലഭിക്കില്ല. ഇൻഷുറൻസ് ലഭിക്കണമെങ്കിൽ പിന്നീട് ഭയങ്കര കുരുക്കാണ്. 7 വർഷം കഴിയണം പിന്നീട് മിസ്സിംഗ് കേസിൽ ഇടപെടാൻ. അപ്പോൾ ഇതേ തുടർന്ന് ഇത് ലൈവായി നിർത്തി. മാത്രമല്ല ഈ ട്രഡ്ജർ കൊണ്ടുവന്ന് ഈ അർജുനൻ്റെ ഭൗതിക ശരീരം തപ്പിയെടുത്തു. ഈ ബൈജു എന്ന നരാധമൻ പറയുന്നത് പോലെ തന്നെ തപ്പിയെടുത്തു. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഒരു 1/2 കോടിയോളം അഥവാ 19 ലക്ഷത്തോളം ബെൻസാണത്. ഈ 50 ലക്ഷത്തോളം ഉറപ്പിക ഇനി അർജുനൻ്റെ കുടുംബത്തിന് ലഭിക്കത്തക്ക രീതിയിലേക്കുള്ള ഒരു സംവിധാനം ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഈ മനാഫിൻ്റെ പ്രവൃത്തി കൊണ്ടാണ്. മാത്രമല്ല മനാഫ് പറയുന്ന മറ്റു വാക്കുകളുണ്ട്, എൻ്റെ കുടുംബത്തെ നിങ്ങൾ തെറ്റിക്കാൻ നോക്കിയിട്ട് ഇനി ഇതിൽ കാര്യമില്ല. കാരണം ഞാനും എൻ്റെ കുടുംബവും വളരെ ഹൃദയപരമായ ബന്ധമാണ്. അത് നിങ്ങളാരും എന്തു പറഞ്ഞിട്ടുമല്ല. മാത്രമല്ല ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എൻ്റെ മതം തന്നെയാണ്. നോക്കണം, അപ്പം ഇവർക്കൊക്കെ പ്രശ്നം യഥാർത്ഥത്തിൽ മനാഫിൻ്റെ മതമാണ്, അല്ലാതെ മനാഫല്ല. ഓരോ സമയത്തും വെറും നിരർത്ഥകമായ വാദങ്ങളാണ് ഉന്നയിക്കുന്നത് മുഴുവനും. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് നഷ്ടമാണ്? ഞങ്ങൾ മെസ്സേജ് അയച്ചു അത് നിർത്താൻ. എന്ത് ഫണ്ട് പിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവമേ നടക്കുന്നുണ്ടോ? അങ്ങനെ ഫണ്ട് പിരിച്ചാൽ ഈ ഒരു കേവലം 1.5-2 കോടി ചെലവുള്ള ഒരു ട്രിപ്പർ ലോറിയാണ് മനാഫിനെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. എല്ലാവർക്കും അറിയാം. എന്നിട്ടും ആ മനാഫ് തൻ്റെ 1.5 കോടി കിട്ടണമെന്ന് പറഞ്ഞ് നടക്കുകയല്ലേ. അപ്പം തന്നെ മനാഫിന് കൈയൊഴിഞ്ഞ് പോയാൽ മതിയായിരുന്നു. ഇപ്പോൾ മനാഫ് ആ അർജുൻ എന്ന പേര് പോലും സ്നേഹം കൊണ്ട് ആ വണ്ടിക്ക് ഇട്ടു എന്നത് പോലും മനാഫിൻ്റെ അടുക്കൽ ഒരു തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കണം, യഥാർത്ഥത്തിൽ മലബാറിൻ്റെ ഒരു പുണ്യമെന്നേ മനാഫിനെ കുറിച്ച് പറയാൻ നമ്മൾക്ക് പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ ഈ മലബാറിൻ്റെ എന്താ പറയുക, ഒരു വിഷജീവി കടന്നു വന്നു. ആ മലബാറിൻ്റെ ശാപം എന്ന നിലക്ക് അതാണ് VK ബൈജു എന്ന് നരാധമൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? ഞാനൊരു വീഡിയോ, കാരണം അവൻ പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടല്ല. ഒരു സമുദായം ആ സമുദായത്തെ പ്രകോപിപ്പിക്കുന്നു, ആ സമുദായത്തെ പ്രലോഭിപ്പിക്കുന്നു. എന്നിട്ട് അവരെ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് വികാരത്തിന് വിധേയമായി അവരെന്തെങ്കിലും പറയണം. എന്നിട്ട് വേണം ഈ സമുദായം ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് പരത്തേണ്ടത് ആവശ്യമായിരിക്കുന്നു. ആലോചിച്ച് നോക്കൂ, ലോകത്ത് ഇത്ര പുണ്യം ചെയ്ത ഒരു വ്യക്തി യഥാർത്ഥത്തിൽ മനാഫും കുടുംബത്തെ പോലെ ഇത്ര ആത്മാർത്ഥമുള്ള ഈ കപട ലോകത്തിൽ ആത്മാർത്ഥ ഹൃദയമുണ്ടായതൻ പരാജയം എന്നു പറയുമാറുള്ള പ്രവർത്തനം നടത്തുന്ന ഈ മനാഫും കുടുംബവും നോക്കണം. എന്തുമാത്രം പണത്തിന് അവർ ഒരു വിലയും കൊടുക്കുന്നില്ലേ. അവർക്കാണ് നക്കാപ്പിച്ച യൂട്യൂബിൽ നിന്നുള്ള പണം കിട്ടാൻ വേണ്ടി മാൽപ്പ അങ്ങേയറ്റം പ്രശസ്തനായ ഒരു ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ആളാണ് ഈ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പെ. അദ്ദേഹത്തിന് എന്തിനാണ് ഇവരുടെ ഒരു സഹായം കുറച്ച് നേരം കിട്ടിയിട്ട് ഒരു യൂട്യൂബിൻ്റെ പണം പറ്റുന്നത്? എന്ത് വിഡ്ഢിത്തരമാണ് പറയുന്നത്. വർഗീയത ഏത് രീതിയിലാണ്
സംവിധാനം ചെയ്യപ്പെടേണ്ടത് എന്ന് VK ബൈജുവും അതോടൊപ്പം തന്നെ ആ വർഗീയതയിൽ എങ്ങനെ അഭിനയം നടത്തണമെന്ന് തീർച്ചയായിട്ടും ഈ അർജുനൻ്റെ അളിയനും അതിൽ വ്യക്തമായ ഒരു നടിയായിട്ട് അർജുനൻ്റെ സഹോദരിയും നോക്കണം, അതിൻ്റെ അർജുനൻ്റെ ഭാര്യയും എല്ലാവരും സംയുക്തമായിട്ട് അഭിനയിച്ചാടിയ നിരർത്ഥകമായ ഒരു ഫിലിമായിരുന്നു യഥാർത്ഥത്തിൽ അവർ നടത്തിയിട്ടുള്ള ആ പത്രസമ്മേളനം എന്ന് എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞു. മഹാപുണ്യമായി മനാഫിൻ്റെയും ആ കുടുംബത്തിൻ്റെയും പ്രവർത്തനം ലോകത്ത് തികച്ചും എടുത്ത് തങ്കലിപികളിൽ ചരിത്രത്തിൽ എഴുതപ്പെടേണ്ട ഒരു സംഗതിയായിട്ട് തീരുകയും ചെയ്തു എന്നതാണ് ഇപ്പോൾ സംഭവിച്ചുള്ളൂ. മാത്രമല്ല മനാഫിനോട് ഇവർക്ക് എന്തെല്ലാം ഉണ്ടായി, ഇതിൻ്റെ പകരം വെറുപ്പുണ്ടായി, പകയുണ്ടായി, മത്സരബുദ്ധിയുണ്ടായി. ഇവരുടെ കോപാകുലയായ പ്രവൃത്തി നിങ്ങൾ കണ്ടില്ലേ? കോപം തീർച്ചയായിട്ടും അഗ്നി പോലെയാണ്. അഗ്നി വിറകിനെ തിന്നുന്നത് പോലെയാണ് സ്വാഭാവിക കോപം എന്ന് പറഞ്ഞാൽ എല്ലാ അവസ്ഥകളെയും തിന്നുകളയും. അതോടൊപ്പം തന്നെ അസൂയയും, ഇത് രണ്ടും പാടെ ചേർന്നിട്ടാണ് യഥാർത്ഥത്തിൽ ഈ അർജുൻ കുടുംബം ഇപ്പോൾ ആലിളകിക്കൊണ്ടിരിക്കുന്നത്. കോപ അകുലരായിരിക്കുന്നു, അതോടൊപ്പം തന്നെ ഇവർക്ക് അസൂയ മൂത്തിരിക്കുന്നു. ഇനി ഇയാൾക്കെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ ഭാഗമായിട്ടുള്ള അണിയറയിൽ സംഘികളാണ് ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. സംവിധാനം ചെയ്തിട്ടുള്ളത് ഒരു സംഘിയായ VK ബിജു എന്ന ഒരു നരാധവനാണ് ഇതിൻ്റെ സംവിധാനം നിർവഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.